എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിയാൻ ആണെങ്കിൽ നല്ല രീതിയിൽ കൂർക്കം വലിച്ചിങ്ങനെ കിടന്നുറങ്ങുന്ന കാഴ്ചയാട്ടോ. അവനാണെങ്കിൽ കൊതുക് കടിച്ചിട്ട് ആ ഒരു രീതിയിൽ എഴുന്നേൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജാസ്ഫർ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ജാസ്ഫർ ജെ ആണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ ജെനെ പ്രപ്പോസ് ചെയ്തതും തിരിച്ചവൾ ഐ ലവ് യു ടു കെയ്ഫറിനോട് തിരിച്ച് ഐ ലവ് യു പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൾ ആലോചിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിയാനാണെങ്കിൽ കൂടെ ആ കൊതുവിൻ്റെ ശല്യം കൊണ്ട് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നല്ലോ. ഇവളിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു തലേനെ അവളുടെ പുറകിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പേടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതിനെ കുറിച്ചിട്ട് അവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയിലാണ് ഇവൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ കെയ്ഫറാണ്. കെയ്ഫർ വിളിച്ചിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവനും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. ഇവരിങ്ങനെ നല്ലൊരു ദേഷ്യത്തിൽ ഇവളെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതാണെങ്കിൽ ഫൈനലി ഒരു പരസ്പരം മ്യൂച്വലി ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ ഇവളോട് ഐ ലവ് യു, ഐ മിസ് യു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ തിരിച്ച് ഐ ലവ് എന്ന് പറയുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ സിയാൻ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സിയാൻ ചോദിക്കുന്നത് ആരോടാണ് ഐ ലവ് യു പറയുന്നത്? കെയ്ഫറിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വേറെ ആരോ എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവളുടെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കുക, ഇത് ആരാണെന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഭയങ്കര ലൗഡായിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവളുടെ വീട്ടിലുള്ള ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം, നിങ്ങൾ ഇങ്ങനെ ലൗഡായിട്ട് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു നോർമലായിട്ട് ഇങ്ങനെ ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സിയാനും ജെയും ക്ലാസ്സിലേക്ക് വരുന്നതാട്ടോ. അവളാണെങ്കിൽ കോട്ടുവായൊക്കെ ഇട്ടിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് നിന്റെ കാരണമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാൻ, നീ എന്നെ നല്ല രീതിയിൽ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ജെ ഇങ്ങനെ കോട്ടുവായൊക്കെ ഇട്ട് വരുന്നത്, ഭയങ്കര ഉറക്കക്ഷീണം കാണുന്നുണ്ടല്ലോ, കണ്ണൊക്കെ ഒരുമാതിരി ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ സിയാൻ പറയുന്നുണ്ട് ഇവൾ ഇന്നലെ ഐ ലവ് ആ ഒരു ഇത് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ പറയും മര്യാദയ്ക്ക് പറയാതിരുന്നോ നല്ല കിട്ടുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് അവിടെ ഇരുന്നതിന് ശേഷമായിരുന്നു നമ്മുടെ യൂറി വന്നിട്ടുണ്ടായിരുന്നത്. യൂറി ആണെങ്കിൽ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്ഷനിലെ പിള്ളേർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. പക്ഷെ നമ്മുടെ ജെ തീരെ അങ്ങ് ഹാപ്പി അല്ല. കാരണം അവൾ വിചാരിച്ച ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ല. അവളാണെങ്കിൽ അവനിരിക്കുന്ന ആ സീറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, എന്താണ് വരാത്തത്. ഇവരാണെങ്കിൽ ഇന്നലെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് സംസാരിച്ചതൊക്കെ അല്ല, അപ്പോൾ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഒരുപാട് നേരം അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പഴയ പോലെ യൂറി ഇവളോട് അങ്ങനെ ഇൻട്രാക്ട് ആവുന്നില്ല. കാരണം യൂറിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കെയ്ഫർ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ യൂറി പറയുന്നുണ്ടായിരുന്നു ഇന്ന് അവൻ വരില്ല, ഇന്ന് അവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, സോ അവന് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ അത് സോൾട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവൾ ഇങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര എന്തോ രീതിയിൽ ഹേർട്ടായി എന്ന് വെച്ചാൽ അവന് വിഷമിച്ചിട്ടാവുമല്ലോ മേ ബി ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ടാവുക. കാരണം കെയ്ഫറിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ സെക്ഷനിലെ ബാക്കി പിള്ളേരാണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് തീരെ എനർജറ്റിക് ഇല്ലാതെയാണല്ലോ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വിചാരിച്ച ആൾക്ക് വരാത്തോണ്ടാണോ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊന്നുമല്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ സിയാനാണെങ്കിൽ ഐ ലവ് എന്നുള്ള കാര്യം വീണ്ടും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജെ വീണ്ടും അവന് വാൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ എഡി പറഞ്ഞൊരു ക്യാറ്റ് അവിടെ നിന്നിട്ട് മ്യാവെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ നമുക്കറിയാലോ സിയാൻ ആ എഡിയുടെ കയ്യിൽ നിന്ന് നല്ല മാതലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ പൂച്ചനെ കണ്ട പാടനെ അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ സിയാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ജെക്ക് ആശ്വാസമായത്, ഹൗ ആ എഡി വന്നിട്ട് നമ്മുടെ ജെച്ചിനെ രക്ഷിച്ചല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ വേറൊരു ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ജെക്ക് അത് എന്തായാലും വേണം. അങ്ങനെ ജെ എല്ലാവരും കൂടെ അതിൻ്റെ മേലെ മണ്ടയിലൊക്കെ കയറിയിട്ട് വേഗം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അന്നത്തെ നൈറ്റ് ആട്ടോ. ഈ സിയാനാണെങ്കിൽ വീണ്ടും ഉറക്കത്തിൽ ഓരോ പിച്ചും പേയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എഡി അവൻ്റെ ഒരു ട്രോമയായി മാറിയെന്ന് തോന്നുന്നു. കാരണം എഡീനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ജെ ആണെങ്കിൽ എണീറ്റ് നോക്കുന്നുണ്ട് ഇവ എന്ത് പിച്ചും പേയും കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ പൂച്ചനെ കുറിച്ചാണ് ഇവ ഇങ്ങനെ പൊലിമ്പിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയിലായിരുന്നു ഇവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഇടയിൽ നമ്മുടെ കെയ്ഫറിൻ്റെ ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നുണ്ട് എന്താ ഇന്ന് വരാഞ്ഞത്, കാരണം നല്ല രീതിയിൽ മിസ്സായ കാര്യങ്ങളൊക്കെ ഒരു പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് അറിയൂ ഓക്കെ. അപ്പോൾ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അതിന് നല്ലൊരു ഫാമിലി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കെയ്ഫറിന് എത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ജെക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കോളോ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യുന്ന ഒരാളാണ്. സോ ഇന്നാണെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ കോളിങ്ങോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ജെക്ക് ഇങ്ങനെ ആലോചിച്ചു അത്രയും വലിയ പ്രോബ്ലം ആകുമ്പോഴാണല്ലോ നമ്മുടെ നമ്മുടെ കെയ്ഫർ വിളിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതും അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു 3 ദിവസം മുന്നേ നടന്ന കാര്യങ്ങളാട്ടോ. കാരണം ഇവരെ കുറച്ച് ഫാമിലി പ്രോബ്ലംസിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ വീട്ടിലത്തെ സെർവൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന
ഒന്ന് വെച്ച് നോക്കുന്ന കാര്യങ്ങളാട്ടോ. ഇവിടെ വീടൊക്കെ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. സോ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നില്ല അത്ര വൃത്തികേടായിട്ട് കിടക്കുന്നത്. ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഫാമിലിയിൽ. വേറെ ഒന്നുമില്ല, അവൻ്റെ മോൻ മരിച്ചതിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെയ്ഫർ അവൻ്റെ ഡാഡിയുമായിട്ട് നല്ല രീതിയിലൊന്നല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് അവൻ്റെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കെയ്യൻ ആൻഡ് കെയ്റൻ എന്നാണ് അവരുടെ പേര് വന്നിട്ട്. കെയ്റനാണ് ഏറ്റവും യങ് ബ്രദർ കേട്ടോ. സോ അവൻ്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കെയ്റന്റെ ഫുൾ കസ്റ്റഡിയും കാര്യങ്ങളൊക്കെ അവൻ്റെ ഡാഡിക്ക് വേണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫാമിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കെയ്ഫറിന്റെ മമ്മി മരിക്കുന്നതിന് മുന്നേ അവർ ഏൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കെയ്ഫറിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മുടെ ഡാഡിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇവന്റെ കസ്റ്റഡി ഫുള്ള് ഡാഡി ഏറ്റെടുക്കും. ഐ മീൻ കെയ്റന്റെ കസ്റ്റഡി ഫുള്ള് ഡാഡി ഏറ്റെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി നടന്നിട്ടുണ്ടായിരുന്നത്. സോ കെയ്റൻ ആണെങ്കിൽ അവന്റെ ഡാഡിയുടെ ഒപ്പം പോകാനായിട്ട് ഒട്ടും തീരുമാനമൊന്നും എടുക്കുന്നില്ല. കാരണം നമുക്ക് അവർ കെയ്ഫറിന്റെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹം. കെയ്ഫറിനും അങ്ങനെ തന്നെയാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ ഡാഡി എന്ത് ചെയ്യുന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. പിന്നീട് അവനൊരു ലോയറിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നോർമലി ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവന്റെ അമ്മയുടെ മരണത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ആ ലോയറിന് അറിയാമായിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ രണ്ടാമത്തെ ബ്രദർ ആയിട്ടുള്ള ഈഗം വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജാസ്ഫറിനെയും അതുപോലെ തന്നെ ജെയും കെയ്ഫറിനെയും ആയിരുന്നു. സോ അവരങ്ങനെ സംസാരിച്ച് കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജെയുടെ ഒറിജിനൽ നെയിം ജാസ്ഫർജീൻ മരിയാനെന്നുണ്ട്. സോ ജാസ്ഫർ എന്ന് കേട്ടിട്ട് പിന്നെ അങ്ങ് ശീലമായിക്കൊണ്ടിരിക്കുക. പക്ഷെ അവളുടെ ഷോർട്ട് നെയിം ജെ ആണ്. നിങ്ങൾ യൂസ് ചെയ്യാൻ പറഞ്ഞത് അത് തന്നെയാണ്. സോ ഇടയ്ക്ക് അങ്ങ് മാറി പോകുന്നുണ്ട്, ക്ഷമിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് സിയാനെയും ജെയും അതുപോലെ തന്നെ ആരിസിനെയാണ്. ഇവർ 3 പേരും ക്ലാസ്സിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു ബ്ലാക്ക് വാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് കുറച്ച് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരിസ് ചോദിക്കുന്നുണ്ട് എന്തുദ്ദേശിച്ചാണ് നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ പറയുന്നത് വാട്സൺ ഫാമിലി പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കെയ്ഫറിന്റെ ഫാമിലിയാണ് ഈ ഒരു വാട്സൺ ഫാമിലി എന്ന് പറയുന്നത്. സോ അവർ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മുടെ സെക്ഷനിലെ പിള്ളേർ മൊത്തം അവിടെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും നമ്മുടെ കെയ്ഫറിന്റെ ഡാഡി ഇവിടെ എത്തിച്ചതാണ്. കാരണം എന്താ കാര്യങ്ങൾ എന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ അങ്ങനെ അടുപ്പിക്കലില്ല നമ്മുടെ കെയ്ഫറിന്റെ ഡാഡി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാവും തങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് എത്തിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കെയ്ഫറിന്റെ ഡാഡി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ വാട്സൺ. അദ്ദേഹം വന്നിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ടാണ്, എന്നാലും അതിന്റെ ഇടയിലായിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആരിസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിനക്ക് ആ ഒരു പഴയൊരു പിടിവാശും കാര്യങ്ങളും ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും അങ്ങോട്ടേക്ക് ആ ഒരു വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരുന്നു നമ്മുടെ യൂറിയുടെയും കെയ്ഫറിന്റെ എൻട്രി ഉണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വാട്സൺ വരെ എല്ലാവരെയും ഒരുമിച്ച് വിരിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും നമ്മുടെ യൂറിക്കും കെയ്ഫറിനും അതുപോലെ തന്നെ ജെക്കും ഏകദേശം കാര്യങ്ങൾ അറിയാം. ചെറിയൊരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ജെക്ക് അറിയുള്ളൂ. പക്ഷെ ഇവർക്ക് രണ്ടാൾക്കും നമുക്കിങ്ങനെ എന്താ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ യൂറിക്കും കെയ്ഫറിനും അറിയാം കേട്ടോ. സോ അവർ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം എല്ലാവരും കൂടെ വീടിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇവർ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ വാട്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഇതൊരു ട്രീറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ലഞ്ചും കാര്യങ്ങളും തന്നിട്ടില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള എല്ലാവരും വേറെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു ഫുഡ് അടിക്കാന്നുള്ള രീതിയിൽ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജെ ആണെങ്കിൽ അവിടെ ഫുൾ ഇങ്ങനെ നോക്കിയായിരുന്നു പോകുന്നത്. കാരണം നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവൾ നോക്കി നടക്കുന്ന ഇടയിലായിരുന്നു നമ്മുടെ കെയ്ഫർ ഒരു മൂലയ്ക്ക് നിന്നിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. സോ അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ എന്താ കാര്യം എന്നറിയാതെ അങ്ങനെ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് മനസ്സിലായത് അവിടെ അവർ മാത്രമല്ല വേറെ 2-3 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. യൂറി, കെയ്ഗൻ അതുപോലെ തന്നെ കെയ്റനും കൂടെ ഉണ്ടായിരുന്നു. സോ ഇവളോട് കാര്യങ്ങളൊക്കെ ഇവർ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജെയുടെ ചെറിയൊരു സഹായം ഇവർക്ക് ആവശ്യമുണ്ട്. കെയ്ഫർ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ ഡാഡി ഒരിക്കലും ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചെടുത്തില്ല. അതിന് പിറകിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണങ്ങളും അല്ലെങ്കിൽ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കെയ്റന്റെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഡാഡി ഓരോ ചെയ്ത് കൂട്ടുന്നത്. പകരമായിട്ട് നമ്മുടെ കെയ്ഫറിന്റെ കയ്യിലുള്ള എല്ലാതും കെയ്ഫർ നമ്മുടെ ഡാഡിക്ക് എഴുതി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഡാഡി എല്ലാവരും ഇവിടെയൊക്കെ വിളിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ചേച്ചി ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഒന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ള കാര്യം. കെയ്ഫർ പറയുന്നുണ്ട് നീ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടൊന്നും വ്യാകുലപ്പെടണ്ട, നീ എൻ്റെ അനിയനെ ഒന്ന് നോക്കിയാൽ മതി, നിനക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ ചേച്ചി നല്ല രീതിയിൽ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടെ ഫൈനലി നമ്മുടെ കെയ്ഫർ നല്ല രീതിയിൽ അവളോട് ബെഗ് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ആ കാര്യങ്ങളൊക്കെ അവൾ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം അവർ വലിയൊരു പ്രശ്നത്തിലാണ് അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കെയ്റിന്റെ കസ്റ്റഡി ഡാഡി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കാന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. സോ നമ്മുടെ കെയ്ഫറിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും മമ്മി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഡാഡി ഓരോ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ളത്. ഈ കാട്ടി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അവർ സംസാരിച്ചിട്ട് പരസ്പരം മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ഫീസ്റ്റ് കൊടുക്കാൻ ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ സിയാനും ചേച്ചിയും തമ്മിൽ കെയ്ഫറിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ കെയ്ഫറിന്റെ ഡാഡി ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. കെയ്ഫറിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അവൻ ഭയങ്കര റൂഡായിട്ട് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് പറയുന്നത്. സോ വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൻ കെയ്ഫർ ഭയങ്കര റൂഡായിട്ടായിരുന്നു ഡാഡിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വാട്സൺ എല്ലേനോട് സംസാരിക്കുന്നുണ്ട്. കെയ്ഫറിന്റെ മുന്നത്തെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ അതിനെക്കുറിച്ചിട്ട് ഭയങ്കര കുത്തിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു വാട്സൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു ഗേൾ ഉണ്ട്, സാധനം നമ്മുടെ ജേജിയാണ്. ജേജി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതും കാണുന്നതും കാര്യങ്ങളൊക്കെ. സോ അവളുടെ കുറിച്ചിട്ട് അവളുടെ പേരെന്താണ്, ഫാമിലി റിലേറ്റ് ചെയ്തിട്ട് പാരൻസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു എൻഡ് ഓഫ് യുവർ ബിസിനസ് എന്ന് നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടെങ്കിൽ കൂടെ അതിന് ഡാഡി പറയുന്നുണ്ട് നോർമലായിട്ട് പാരൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അല്ലേ ചോദിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജെ പാരൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാരൻസിനെ കുറിച്ച് പറയുമ്പോൾ മോമിനെ കുറിച്ച് പറയുന്ന ഇടയിൽ പറയുന്നുണ്ട് ഗമ്മ ഫെർണാണ്ടസിന്റെ സിസ്റ്റർ ആണല്ലോ ഇവരുടെ മോം എന്നുള്ള കാര്യം. അപ്പോൾ യെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ജാസ്വാന്റെ മോമിനെ കുറിച്ചിട്ട് ഭയങ്കര നെഗറ്റീവായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യം അവൻ്റെ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കേട്ടിട്ട് അവന് തീരെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒരു ഗ്ലാസ് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുറുക്കി പൊട്ടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അറിയാം അവൻ്റെ ഡാഡി ഒരിക്കലും ഒരു ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവരെല്ലാവരും വരുത്തിയിട്ടുള്ള കാര്യം, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുത്തിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, എന്താ കാര്യം എന്നുള്ളത് വേഗം തുറന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഡാഡി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് ഇതിലൊന്ന് സൈൻ ഇടണം, സൈൻ ഇടില്ല എന്ന് അവരും നല്ല രീതിയിൽ തീർത്ത് പറയുന്നുണ്ട്. കാരണം ഇതെൻ്റെ മമ്മിയുടെ മണിയാണ്, മമ്മി എനിക്ക് തന്നിട്ടുള്ളതാണ്, ഇതെല്ലാം മമ്മി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡാഡി പറയുന്നുണ്ട് ഇത് മമ്മിയുടെ എല്ലാം ഒരിക്കലും അവൾ ആ കമ്പനിയിൽ നിന്ന് അത് മോഷിച്ചുള്ളതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരം കേട്ടിട്ട് കെയ്ഫർ നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം മോമിനെ അത്രമാത്രം കെയ്ഫർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഡാഡി അത്രമാത്രം വെറുക്കുന്നുണ്ട്. സോ അതിന് അവിടെ അവൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വാട്സൺ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ ഇത് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കെയ്റിന്റെ ഫുൾ കസ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നല്ല ദേഷ്യപ്പെട്ടിട്ടായിരുന്നു വാട്സൺ അവിടെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നത്. വാട്സന്റെ സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മുടെ കെയ്ഫറിന്റെ തോളത്ത് പിടിച്ചിട്ട് അവനെങ്ങനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു, അടിക്കാന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കെയ്ഫർ ഒട്ടും വിട്ട് കൊടുക്കില്ല, നല്ല രീതിയിൽ തന്നെ തിരിച്ചു അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറിയും ആ ഒരു അടിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് എന്ത് സംഭവിക്കും, വാട്സൺ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു പോവോ, ഇവർ ഈ തല്ല് അവസാനം എവിടെ വരെ എത്തും, അങ്ങനെ ഫൈനലി സെക്ഷനിൽ എല്ലാവരും കൂടെ തല്ലിൽ ഏർപ്പെടുന്നുണ്ട്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി കാണാം. നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.